ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല, എന്റെ അനുഭവം ഞാൻ പറഞ്ഞ. എന്റെ നാട്ടിൽ ഉദ്ഹിയ്യത്തിന് പള്ളിയിൽ നിന്ന് പോത്ത് വാങ്ങാൻ വേണ്ടി ഞാനൊരു അച്ചായന്റെ വീട്ടിൽ പോയി. അച്ചായന്റെ വീട്ടിൽ പോയപ്പോ ഒരു പോത്തിനെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നു, നല്ല ഇങ്ങനെ നിസ്കാരത്തഴം പോലെ, കാട്ടുപോത്തിനെ പോലെ നല്ല കാണാൻ രസമുണ്ട്. അപ്പൊ ചോദിച്ചു, അച്ഛാ അത് കൊടുക്കത്തില്ല, അത് നിങ്ങളുടെ ഉദ്ഹിയ്യത്തിന് പറ്റിയതല്ല എന്ന് അച്ചായൻ പറയാ. അത് ഉദ്ഹിയ്യത്തിന് പറ്റിയതല്ല. അപ്പൊ അതിന്റെ വാലും മുറിഞ്ഞു പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയ അച്ചായ? നല്ലൊരു പോത്തല്ലായിരുന്നു, എന്റെ വാല്. പോത്തെന്ന് പറഞ്ഞാൽ അറിയോ? അപ്പൊ അവിടെ ബീഫ് എന്നില്ല, ഇവിടെ നിങ്ങൾക്ക് തിന്നാൻ പറ്റില്ലല്ലേ. അപ്പൊ അതിന്റെ വാലറ്റുപോയി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. ഒന്നുമില്ല. അയാൾ എന്നെ അച്ഛാന്നാ വിളിച്ചത്, ഉസ്താദിന്ന് വിളിച്ചില്ല. പറഞ്ഞു, ഇങ്ങടെ ഒരാള് കാണാൻ വന്നു, ഒരു കച്ചവടക്കാരൻ പോത്ത് നോക്കാൻ വന്നു. ഇങ്ങനെ നോക്കി വില പറഞ്ഞു, പക്ഷെ വില ശരിയായില്ല. അപ്പൊ അവസാനം പോകുമ്പോ പറഞ്ഞു, അച്ചായ വല്ലാത്ത വാലാന്ന് കേട്ടോ, നല്ല രസമുണ്ടെന്ന്. പിറ്റേ ദിവസം അതിങ്ങനെ ഇട്ട് അടിച്ചപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. പിന്നെ കാക്ക വന്ന് കൊത്തി അത് അറ്റുപോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരൊറ്റ വാക്ക്. ഇതാ പറഞ്ഞ, ഇതൊന്നും നിസ്സാരമല്ല. കളിയാക്കുന്നവനെ പുറത്തുനിന്ന് കളിയാക്കാനേ പറ്റൂ, അവന്റെ വീട്ടിൽ വരുമ്പോഴേ ഇതറിയൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാതെ ഉണ്ടെന്നും പറയണ്ട, ഇല്ലാന്നും പറയണ്ട, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. ജോലിയുണ്ടോ? അൽഹംദുലില്ലാ. ജീവിത റാഹത്താണോ? അൽഹംദുലില്ലാ. ഇവിടെ ഈ കണ്ണ് പറയുന്ന അത്ഭുതത്തിന്റെ കണ്ണ് നിന്ന നിപ്പിന് വീണു. നബിതങ്ങൾ ചോദിച്ചു, നീ കൊല്ലാൻ നോക്കുവാണോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കണ്ണ് ഐനുൻ ഖാത്തില്, കൊന്നുകളയുന്ന കണ്ണ്. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ കവറിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ, കാറിനകത്ത് ഇങ്ങനെ പോകുമ്പോ, പടച്ചവന് ഒരു ചങ്ങാതി ബൈക്കിൽ പായുന്നുണ്ട്. എന്താടാ, ചാവാൻ പോവാണോടാ? 2 മിനിറ്റ് കഴിയുമ്പോ ഓടെ കിടക്കുന്ന റഹ്മാനെ ബൈക്ക്. പറഞ്ഞാ മതിയടോ. അതാ ചിലരുടെ വാക്കുകൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. ചിലരൊരു വാക്ക് പറഞ്ഞാൽ മതി, നിന്റെ എന്തൊരു വാഴയാ അല്ലാഹ്, എന്തൊരു കൊലയാ അല്ലാഹ്, ആ കൊല കരിഞ്ഞു കൂടും. അത് കണ്ണീർ എന്ന് പറയുന്നത്. ഇട നിന്റെ മക്കൾ A+ വാങ്ങിച്ച നല്ല കാര്യം, അൽഹംദുലില്ലാ. നീ എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും മേടിച്ചുകൂട്, അയാൾ പള്ളിയിൽ കൊണ്ടുവന്ന് ആദരിക്കുക, അതൊക്കെ നല്ല കാര്യം. പക്ഷെ അത് നാട്ടുകാരോട് പറഞ്ഞു ഫ്ലക്സും വെച്ച് നടക്കുമ്പോ, ഇപ്പൊ എങ്ങനെയുണ്ട്? A+ മേടിച്ച മകൾക്ക് ഇപ്പൊ പഠിക്കാനിരിക്കുമ്പോ തലവേദന ഉസ്താദ്. ഈ അടുത്ത് എന്നോട് പറഞ്ഞു ഒരാള്, ഈ അടുത്തും പറഞ്ഞ, ഈ വാഴലിന്റെ താഴെ കമൻസ് കണ്ടു. ഈ അടുത്ത് ഞാനിട്ട ഒരു വാഴല്, ആ വാഴലിന്റെ താഴെ കമൻസ് കണ്ടപ്പോ ഒരു വാപ്പ എഴുതിയിട്ടുണ്ട്, ഉസ്താദ് നിങ്ങൾ പറഞ്ഞ സത്യവാ, A+ വാങ്ങിച്ച മകൾക്ക് ഇപ്പം പഠിക്കാനിരിക്കുമ്പോ ഉറക്കം വരിക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.